സി തൈറോയിഡിൻ്റെ കുറവുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടും. കാരണം നമ്മളുടെ മെറ്റബോളിസത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പം മെറ്റബോളിസത്തിലൊരു ബ്ലോക്ക് വരുക തൈറോയ്ഡ് ഹോർമോണിന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്ന് വരികയാകുമ്പോൾ നാച്ചുറലി കൊളസ്ട്രോൾ കൂടാൻ തുടങ്ങും. കൊളസ്ട്രോൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പം അതെല്ലാം ഇപ്പോൾ നമ്മളുടെ ഹാർട്ടിനും എല്ലാ രക്തക്കുഴലുകളെ ഒരു സാധനം കൂടുമ്പോൾ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഇമ്പാക്റ്റ് വരുന്നത് രക്തക്കുഴലുകൾക്കാണ്. അപ്പോൾ രക്തക്കുഴലുകൾക്ക് അത് അടിയാനും അത് ബി പിയിലേക്ക് പോകാം. പിന്നെ തൈറോയ്ഡ് ഫങ്ഷൻ കറക്റ്റ് ആകാതിരിക്കുമ്പോൾ നമ്മളുടെ മൈറ്റോകോൺട്രിയ, നമ്മളുടെ എനർജി ജനറേഷൻ, അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ ആ മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻ കറക്റ്റ് ആകാതെ വരുന്നതോടുകൂടി ഡയബറ്റിസ് വരാം. ഈ ഗ്ലൂക്കോസിൻ്റെ ഫങ്ഷനെയും ഈവൻ ഇതൊക്കെ ഇൻഡയറക്ട്ലി ഇൻസുലിൻ്റെ ഫങ്ഷനെയും ഒക്കെ തൈറോയ്ഡ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈവൻ തൈറോയ്ഡ് റിസപ്റ്ററിനെ ആണല്ലോ തൈറോയ്ഡ് ഗ്ലാൻഡിലെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഇൻസുലിൻ്റെ റിസപ്റ്ററെ എഫക്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. ഇതെല്ലാം ചേട്ടാനിയന്മാർ അല്ലെങ്കിൽ ചേച്ചി അനിയത്തി എന്ന് പറഞ്ഞതുപോലെയാണ് ഈ രോഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. രോഗികൾ ശ്രദ്ധിച്ചാൽ അറിയാം, പലർക്കും ഇത് രണ്ടും ഉണ്ടാവും. രണ്ടുമല്ല, മൂന്നല്ല, 4, അത് ഏതാദ്യം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറകെ തൈറോയ്ഡ് വരാം, കൊളസ്ട്രോൾ വരാം, ഹൈപ്പർ ടെൻഷൻ വരാം, ഹാർട്ട് ഡിസീസ് വരാം, പിന്നെ ഇതിൽ ഡയബറ്റീസ് വരാം. ഇതെല്ലാം ഉള്ളവർക്കിലാണ് കൂടുതൽ പലപ്പോഴും ക്യാൻസർ വരുന്നതും ഈ പേഷ്യൻസ് തന്നെയാണ്. ഇതെല്ലാം ഓരോ ഡിഫറെൻ്റ് ആസ്പെക്ട്സ് ഓഫ് ഈ മെറ്റബോളിക് ഡിസ്ഫങ്ഷനാണ്. ബേസിക്കലി മെറ്റബോളിസത്തിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പം ഈ മെറ്റബോളിക് ഡിസ്ഫങ്ഷനാണ് ഇതെല്ലാം. ഈ രോഗങ്ങളെല്ലാം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന എല്ലാം മെറ്റബോളിക് ഡിസീസസ് ആണ്, ഇൻക്ലൂഡിങ് ക്യാൻസർ. മെറ്റബോളിസത്തിൽ വരുന്ന തകരാറാണ് നമ്മളുടെ DNA ഡാമേജ് ഉണ്ടാക്കി അത് DNA ഡാമേജ് വന്ന് മ്യൂട്ടേഷൻസ് കൂടി അക്യുമുലേറ്റ് ചെയ്ത് കയറി വരുമ്പോൾ അത് ക്യാൻസറായിട്ട് മാറും. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ ക്യാൻസർ സെല്ലിനെ പിടിച്ച് മാറ്റാനും കൂടെ പറ്റുമ്പോൾ, ക്യാൻസറിന് അബ്നോർമൽ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, അതിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കോംപ്രമൈസ്ഡ് ആകുന്നതനുസരിച്ച് നമുക്ക് ക്യാൻസർ പോസിബിലിറ്റിയും കൂടും. അപ്പോൾ അതും എല്ലാവരും മനസ്സിലാക്കണം. ക്യാൻസർ നമ്മൾ ഈ തൈറോയിഡിനൊക്കെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ സൈലൻ്റ്ലി നമ്മളുടെ മറ്റ് സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മ്യൂട്ടേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മ്യൂട്ടേഷൻ്റെ പരിധി വിട്ട് കഴിയുമ്പോഴേക്കും അത് ക്യാൻസർ ഗ്രോത്തിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വരും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.